ഭാരത ദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങുമായിട്ടാണ്. ഇത് മൈത്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. സാധനയുടെ പ്രാധാന്യത്തെപ്പറ്റിയും ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനു മുമ്പ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു അസുഖം ഇപ്പോൾ എല്ലാവരിലും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം നേച്ചറിൽ നിന്ന്, അതായത് പ്രകൃതിയിൽ നിന്ന് നമ്മൾ വേർപെട്ട് നിൽക്കുന്നത് തന്നെയാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്നപ്പോൾ, ദിവസവും പ്രകൃതിയിൽ ഇറങ്ങിയിരുന്നപ്പോൾ ഇത്രയധികം ഡിപ്രഷൻ ആളുകൾ അനുഭവിച്ചിരുന്നില്ല. അതുകൊണ്ട് തിരികെ പ്രകൃതിയിലേക്ക് പോകൂ എന്ന് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടെ വെളിവാക്കുന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ പ്രകൃതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ, മൈത്രി എന്ന ഹീലിങ്ങിൻ്റെ അത്ഭുതകരമായ ഹീലിംഗ് പവറിനെ പറ്റി ബോധ്യപ്പെടണമെങ്കിൽ ഈ വീഡിയോ ശ്രദ്ധാപൂർവം കാണുക. ഇത് ബാംഗ്ലൂരിൽ നിന്നുള്ള രഞ്ജിത്തിൻ്റെ അനുഭവമാണ്. അദ്ദേഹത്തെ പറ്റി എനിക്ക് വെളിവാക്കി തന്നത് മൈത്രിയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഒരു പുതിയ വെളിപാട് തന്നെ ആയിരുന്നു. തൻ്റെ സാധന തുടർന്ന് പോകണം, തൻ്റെ പാത എന്ത്, അതോടൊപ്പം തന്നെ ഇന്നർ വോയിസിന് നമ്മളെങ്ങനെ ചെവി കൊടുക്കണം. പലപ്പോഴും നമുക്ക് ഗൈഡൻസ് ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ പാത ഏതാണ്, നമ്മുടെ ഉപാസനാമൂർത്തി ആരാണ്, നമ്മൾ ഏത് തരത്തിലുള്ള ഉപാസനയാണ് ചെയ്യേണ്ടത്, ഏത് സാധനയാണ് ചെയ്യേണ്ടതെന്നെല്ലാം നമുക്ക് ഒരു ഇന്നർ വോയിസ് ഗൈഡൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് കാണുക. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ മൈത്രി എടുക്കുന്നത്. അത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ഡിപ്രഷനിലോട്ട് പോകുന്നു എന്നൊരു വല്ലാത്തൊരു പേടി എനിക്കുണ്ടായി. കാരണം എനിക്ക് അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. നേരത്തെ ഏകദേശം ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഞാൻ ഡിപ്രഷനിലായിരുന്നു കുറച്ച് നാൾ. പിന്നീട് അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ആൽക്കഹോളിക്കായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടായതാണ്. പിന്നീട് എന്തോ വിശ്വാസത്തിൻ്റെയോ എന്നെ കരകയറ്റിയതോ അങ്ങനെ ഏതോ രീതിയിൽ ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വീണ്ടും ഇത്തരം ലൈഫിന് കൊണ്ടൊരു പ്രയോജനമില്ല എന്ന രീതിയിലുള്ള ചിന്തകൾ വീണ്ടും വരാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു പേടിയായി. കാരണം ആ ഒരു സമയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ്. അതിലോട്ട് വീണ്ടും പോകാമെന്ന് പറയുമ്പോൾ അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ യൂട്യൂബിൽ കാണുകയും എന്നാൽ ഈ മൈത്രി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് ദീപാജിയുടെ അടുത്ത് ഒരു ചൊവ്വാഴ്ച രാവിലെ ആയിരുന്നു തോന്നുന്നു, അങ്ങനെ ടൈം ഫിക്സ് ചെയ്യും. അപ്പോൾ അതിന് തലേദിവസം തന്നെ ഞാൻ മോഹൻജി ഗ്രൂപ്പിലുള്ള ആളാണ്. ഞാൻ മെഡിറ്റേഷനിലൊന്നും പങ്കെടുക്കാറില്ല. ഞാൻ വെറുതെ സൈലൻ്റായിട്ട് ഗ്രൂപ്പിലുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ തലേദിവസം എൻ്റെ റൂമിലൊരു മോഹൻചെടി ഒരു ചെറിയൊരു ഫോട്ടോ ഉണ്ട്, ഒരു പ്രിൻ്റ് എടുത്തൊരു ഫോട്ടോ ആണ് അത്. ഞാൻ ആ ഫോട്ടോയോട് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് മോഹൻജിയെ അറിയില്ല, മോഹൻജിക്ക് എന്നെ അറിയില്ല, പക്ഷേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ തരണം, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഡയറക്ഷൻ എന്തെങ്കിലും ഒന്ന് തരണം, എനിക്ക് അത്ര അത്യാവശ്യമാണത്. അതുപോലെ ഈ മൈത്രി എടുക്കുന്ന ഈ സ്ത്രീ, അവരെ എനിക്കറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം എനിക്കറിയാത്ത ആൾക്കാരാണ്. അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് ഞാനിങ്ങനെ ഒരു പ്രാർത്ഥന പോലെ പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്. പിന്നീട് രാവിലെ മൈത്രി എടുത്തു. അതിനുശേഷം പുള്ളിക്കാരി എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പലതും എനിക്ക് വലിയ അത്ഭുതമായിരുന്നു, വലിയ വെളിച്ചമായിരുന്നു. ഒന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഏതോ യോഗ ഭ്രഷ്ടനായ ഒരു സന്യാസിയായിരുന്നു. ശക്തിമാർഗത്തിൽ ഉപാസന നടത്തിയിരുന്ന ആളായിരുന്നു. പിന്നീട് അതിൽ നിന്ന് യോഗ ഭ്രഷ്ടനായി പോവുകയും അങ്ങനെ ഒരു ഹിസ്റ്ററിയാണ് കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ജന്മം നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ, പക്ഷേ എനിക്കത് ശരിയായിരിക്കാമെന്ന് തോന്നി. കാരണം എനിക്കിപ്പോഴും വളരെ അതിശയകരമായിട്ട് ഞാൻ ഇപ്പോഴും ശക്തിയെ ഉപാസിക്കുന്നു എന്നുള്ള വാക്കുപോലും എനിക്ക് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഞാൻ ദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത്, ദേവിയും ശിവനെയാണ്, പേരെ അങ്ങനെയാണ്, 2 ഇഷ്ടദേവതകളാണുള്ളത്. അത് രണ്ടും എന്നിലേക്ക് വന്നു ചേർന്നതാണ്. അതും വേറെ കഥകളാണ്, എങ്ങനെയാണ് വന്നു ചേർന്നത്. അത് ഞാൻ ഉപാസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന അമ്മയെന്ന് പറയുന്നത് ഇവിടെ കർണാടകയിലുള്ള ഒരു ആചാരമാണത്. രേണുകാംബ എള്ളമ്മ
എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ശക്തിയാണ്. മഹാകാളി തന്നെയാണ് 4 കൈകളോട് കൂടിയ രേണുക എള്ളമ്മ എന്നാണ് ഇവിടെ വിളിപ്പേര്. അതുപോലെ ശിവനെന്ന് പറയുന്നത് അരുണാചല ശിവനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഈ പ്രാർത്ഥന മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാധന എന്ന് പറയാൻ ആയിട്ടുള്ളത്. ഞാൻ മുടങ്ങാതെ ചെയ്തു വരുന്നത് അത് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയുണ്ട്, അതൊരു ബലമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സന്യാസിയായിരുന്നു. അതുപോലെ അടുത്തായിട്ട് പറഞ്ഞത്, ഞാൻ ഒരു പാർക്കിലൂടെ നടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അതും ഒരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നി എനിക്ക്. ഞാൻ അതിലേക്ക് വരാം. അടുത്തതായിട്ട് എനിക്കൊരു ഡയറക്ഷനായിട്ട് പറഞ്ഞത് ഞാൻ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം എന്നാണ്. അതായിരുന്നു എനിക്ക് കിട്ടിയ, അല്ലെങ്കിൽ ദീപാജിയിലൂടെ ദീപാജിക്ക് വെളിവായ ഒരു ഡയറക്ഷൻ എനിക്ക് തരാനുണ്ടായിരുന്നത് ഞാൻ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുക എന്നതായിരുന്നു. അപ്പോൾ അതും എനിക്ക് വലിയ ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ അത് കേൾക്കുമ്പോൾ. കാരണം ആ ഒരു മെസ്സേജ് എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് 2ാമത്തെ തവണയാണത്, ഒരു ആവർത്തനം പോലെ 2ാമത്തെ തവണയാണ് ഈ മെസ്സേജ് വീണ്ടും ഞാൻ കേൾക്കുന്നത്, പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. ഇതിനു മുമ്പ് ഞാൻ കേട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ഞാൻ കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം ഞാൻ അരുണാചലത്ത് ഗിരിവലം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു യമലിംഗമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു മുള്ളുവേലി പോലെ കെട്ടി വെച്ചിട്ടുണ്ട്, ഈ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് കുറേ ബൊഗൻവില്ല പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, ഒരു കുറ്റിക്കാട് പോലെ. അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് എത്തുമ്പോൾ എനിക്ക് ആ പൂക്കളോട് വല്ലാത്തൊരു ആകർഷണം ഉണ്ടാവുകയും ഞാൻ അതിനടുത്ത് പോയി നിന്നിട്ട്, അതിൻ്റെ തൊട്ടടുത്ത് പോയി നിന്നിട്ട് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയത്, വല്ലാത്തൊരു സന്തോഷം. ആ സമയത്ത് ഞാൻ ആ പൂക്കളിലേക്ക് നോക്കുകയും, അപ്പോൾ പിന്നിൽ അണ്ണാമലയുണ്ട്. അപ്പോൾ അണ്ണാമല എനിക്കൊരു മെസ്സേജ് തന്നതുപോലെ എനിക്ക് തോന്നിയതല്ല, എനിക്ക് തന്നു. എനിക്കൊരു മെസ്സേജ് തന്ന ആ മെസ്സേജ് എന്ന് പറയുന്നത്, നീ ഇതുമായിട്ട് കണക്ട് ചെയ്യും, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാണ്. എക്സാക്ട് വേർഡ് എന്ന് പറയുന്നത് പാറ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, നീ ഇതുമായിട്ട് കണക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞത്. എനിക്കത് വളരെ വ്യക്തമായിരുന്നു ആ മെസ്സേജ്. അത് നമുക്ക് ഇത്തരം ഒരു മെസ്സേജിന് ലാംഗ്വേജ് ഒന്നും ആവശ്യമില്ല എന്നുള്ളത്, അത് എനിക്ക് പലതവണ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അവിടെ അണ്ണാമല പലതവണ അതുപോലെ ഉള്ള മെസ്സേജ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജാണ് ഇപ്പോൾ വീണ്ടും എനിക്കിവിടെയും കിട്ടിയത്. വല്ലാത്തൊരു അത്ഭുതം വരുന്നത്. അപ്പോൾ ഞാൻ അന്ന് ആ മെസ്സേജ് കിട്ടിയതിന് ശേഷം എനിക്ക് ഈ പറയുന്ന പോലെ മന്ത്രജപത്തിനോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ഇതിലൊന്നും ഒരു താല്പര്യമില്ല. എനിക്ക് അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു നിർദ്ദേശം അന്ന് അവിടെ വെച്ച് കിട്ടിയപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. കാരണം അത് വളരെ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്, പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ പിന്നീട് ഞാൻ ചെയ്യുന്ന, അതും ഞാൻ നിരന്തരമായിട്ട് ചെയ്യത്തൊന്നുമില്ല. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിനടുത്തൊരു പാർക്കുണ്ട് രാവിലെ. അപ്പോൾ രാവിലെ ഞാൻ എന്തെങ്കിലും ഒരു പാട്ട് വെച്ചിട്ട് ഇയർഫോണിൽ എന്തെങ്കിലും ഒരു അക്ഷരമണമാലയോ തിരുവാസകമോ അങ്ങനെ എന്തെങ്കിലും ഒരു തമിഴ് ഭക്തിഗാനം വെച്ചിട്ട് ഞാൻ ആ പാർക്കിൽ പോയിരിക്കും. അപ്പോൾ ആ പാർക്കിൽ ഒരുപാട് മരങ്ങളുണ്ട്, അതിരാവിലെയാണ്. ഒരുപാട് കിളികൾ വരും, ഒരുപാട് ചിത്രശലഭങ്ങൾ വരും, പട്ടികൾ വരും ചിലപ്പോൾ. അപ്പോൾ വളരെ ഞാനിതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. മേഘങ്ങളുണ്ടാവും, പിന്നിൽ പറന്നു പോകുന്ന പക്ഷികളുണ്ടാവും. അപ്പോൾ ഏകദേശം 3/4 മണിക്കൂർ 1 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ പിന്നീട് എഴുന്നേറ്റ് വരുമ്പോൾ എനിക്കത് വലിയ സന്തോഷമായിരിക്കും. എനിക്ക് എൻ്റെ മനസ്സൊക്കെ നിറഞ്ഞിരിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതൊരു തരത്തിൽ മെഡിറ്റേഷൻ തന്നെയാണ്, ഞാനും അറിയാതെ ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ തന്നെയാണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ മൈത്രി ചിലപ്പോൾ കിട്ടിയ നിർദ്ദേശം ഇത് തന്നെയാണ്, ഈ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുക. ഇതാണ് ഒരുപക്ഷെ ഇതായിരിക്കാം എൻ്റെ മാർഗം എന്ന് പറയുന്നത്. ഇതുകൂടാതെ
രഞ്ജിത്തിൻ്റെ മറ്റൊരു അനുഭവം കൂടി എനിക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വേണ്ടി ഞാനിതിൽ ചേർക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ സാധനകൾ ഫലവത്താവുന്നത്, അത് നമുക്ക് അങ്ങനെ ഒരു ഗൈഡൻസ്, നമുക്കതിനുള്ളൊരു സയൻസ് എങ്ങനെയാണ് ഡിവൈൻ ഫോഴ്സസ് നമുക്ക് തരുന്നത്, ആ ശക്തി നമ്മളിലേക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ മെസ്സേജ് അയക്കുന്നതെന്നുള്ള ഒരു മനോഹരമായ ഒരു അനുഭവം കൂടെ രഞ്ജിത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ കഥ ഇതാണ്. അതായത് ദീപാജി ഇപ്പം രാവിലത്തെ മൈത്രി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ ജന്മത്തില് ശക്തി വസിച്ചിരുന്ന ആളായിരുന്നു എന്ന്. ഇപ്പൊ ഞാൻ ഇതിന് ശേഷം ഞാൻ ചിന്തിക്കുമ്പോൾ, ഒരുപാട് പുറകോട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഇപ്പൊ കണക്ട് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഈ ജന്മത്തില് ഞാൻ എങ്ങനെ തിരിച്ച് ഈ ശക്തിയുടെ അടുത്ത് തന്നെ വന്നു, ആ ഉപാസനയിലോട്ട് എങ്ങനെ വന്നു എന്നുള്ളൊരു ചെറിയ കഥയാണ്. അതായത് 24 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഞാൻ ബാംഗ്ലൂർക്ക് വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് അവനെ ഇവിടെ ജോലി കിട്ടി വന്നു. അതിനുശേഷം എന്നെ വിളിച്ചു, അവൻ്റെ കൂടെ വന്നിക്ക്, ഇവിടെ വന്ന് നോക്കുവാണെങ്കിൽ ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ്, ഇവിടെ വന്നിക്ക്, എൻ്റെ കൂടെ വന്നിക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനിവിടെ വരുന്നത്. വന്ന് നിൽക്കുന്നത് ഇവിടെ അന്നസാന്ദ്രപാളയ എന്ന് പറഞ്ഞ എച്ചേലിനടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പം അവൻ രാവിലെ ജോലിക്ക് പോകും, എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കുത്തിയിരിക്കും, അല്ലെങ്കിൽ എഴുന്നേറ്റ് ഇങ്ങനെ കറങ്ങി നടക്കും. ഇങ്ങനെ കുറേ നാളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കറങ്ങി നടക്കുന്നതിനിടയിലാണ് ഞാൻ ഒരമ്പലം എനിക്ക് കണ്ടുപിടിച്ച് 2 ആൽമരങ്ങളും ഒരു ചെറിയ അമ്പലമായിട്ട്. അപ്പൊ അവിടുത്തെ ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് ദുർഗയാണ്. 4 കൈകളോട് കൂടി നിൽക്കുന്ന ദുർഗാദേവിയുടെ പ്രതിഷ്ഠയാണ്. വലിയ രൂപം, ഒരാൾ സൈസിലുള്ള രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് അവൾ, ചുവന്ന പട്ടുടുത്ത്. പക്ഷെ അമ്മ കണ്ണ് നേരെ നോക്കത്തില്ല, അമ്മയുടെ കണ്ണ് താഴോട്ടാണ്. ഇങ്ങനെ നീ പറഞ്ഞോ ഞാൻ കേട്ടോളാം എന്ന മട്ടില് നിൽക്കുന്ന പോലാണ് രൂപം ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ അതിന് പറയുന്ന പേരെന്ന് പറയുന്നത്, ഈ പ്രത്യേക അമ്പലത്തിന് പറയുന്ന പേരെന്ന് പറയുന്നത് രേണുക എള്ളമ്മ ദേവി എന്നാണ്. രേണുക എള്ളമ്മ ദേവി. എള്ളു അവിടുത്തെ ഒരു വലിയ പ്രസാദങ്ങളുടെ ഒരു പ്രധാന സാധനമാണ് എള്ള്. എന്താണ് അതിന്റെ കണക്ഷൻ എന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. അപ്പൊ എനിക്ക് ആ അമ്പലത്തിനോടും ആ പ്രതിഷ്ഠയോടൊക്കെ വല്ലാത്തൊരു ആകർഷണം ഉണ്ടാവുകയും ഞാൻ അവിടെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങുകയും ചെയ്തു. അപ്പൊ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 4 മണി 4:30 ആകുമ്പോൾ വരും. ഞാനൊരു ലളിതാ സഹസ്രനാമ പുസ്തകം കൊണ്ടാണ് വരുന്നത്, ഒരു ചെറിയ ഒരെണ്ണം. എന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് അത് ചൊല്ലും. ഒച്ചത്തിലല്ല, മനസ്സിൽ ബുക്ക് നോക്കി വായിച്ചിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പോകും. ഇങ്ങനെ ഒരാഴ്ചയോളം ഞാനിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടുത്തെ പൂജാരി ആണെങ്കിലും വളരെ സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. കണ്ടാലും നമ്മുടെ ശങ്കരാഭരണം സിനിമയിലെ സോമയ ജലുവിനെ പോയിട്ടിരിക്കും. വളരെ ഐശ്വര്യമുള്ളൊരു മനുഷ്യനാണ് അത്. അപ്പൊ പുള്ളിയൊക്കെ മരിച്ചുപോയി ഇപ്പോ. അപ്പൊ അന്ന് പുള്ളിയാണ് അവിടെ. അപ്പൊ ഈ പറയുന്ന ഒരു ദിവസം ഞാൻ ഇതുപോലെ വൈകിട്ട് 4:30 ഞാൻ അവിടെ വന്നു. ആള് വരാത്തൊരു അമ്പലമാണ്. ഞാനും പൂജാരി മാത്രമേ കാണുന്നുള്ളൂ മിക്കപ്പോഴും. അപ്പൊ ഞാൻ അവിടെ വന്നിരുന്നു, തൊഴുതിട്ട് അവിടെ താഴെ ഇരുന്നു, നിലത്തിരുന്നു. അപ്പൊ ഈ പൂജാരി ശ്രീകോവിലിന് പുറത്തായിട്ട് റൈറ്റ് സൈഡിൽ അവിടെ ഒരു ചെറിയൊരു ബാസ്ക്കറ്റിൽ നിന്ന് പൂ എടുത്തിട്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ മാറിയിരിക്കുന്നു. അപ്പൊ പെട്ടെന്നൊരു വല്ലാത്തൊരു കാറ്റ് ഇങ്ങനെ അടിച്ചു. വളരെ ഒരു വല്ലാത്തൊരു ആനന്ദം ഉണ്ടാകുന്ന രീതിയിൽ ഒരു അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് അവിടെ ഉണ്ടായി. അപ്പൊ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. മാത്രമല്ല, എനിക്ക് ഉള്ളിൽ നിന്ന് ഈ ലളിതാ സഹസ്രനാമം വായിക്കാൻ പറ്റിയ സമയം ഇതാണ് എന്നെനിക്ക് ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ടാവുക. ഞാൻ പോക്കറ്റിൽ തപ്പി നോക്കിയപ്പോ ബുക്കില്ല, ബുക്ക് എടുക്കാൻ മറന്നുപോയി. അപ്പൊ എനിക്ക് വല്ലാത്തൊരു നിരാശ തോന്നി. അയ്യോ, ഇതിപ്പോ ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടായില്ല. ഇത് എന്തോ ലളിതാ സഹസ്രനാമം വായിക്കാൻ പറ്റിയ സമയം, അങ്ങനെ ഒരു ചിന്ത. അപ്പൊ എനിക്ക് തോന്നി ആരെങ്കിലും ഒന്ന് പറഞ്ഞ് ചൊല്ലി കേട്ടാലും മതിയായിരുന്നു. ഇത് ഈ സമയത്ത് അത് കേട്ട ഒരു വലിയൊരു സന്തോഷമായിരിക്കും എന്ന് ഞാനിങ്ങനെ ചിന്തിക്കവേ ആ മാല കെട്ടിക്കൊണ്ടിരുന്ന പൂജാരി അവിടെ ഇരുന്നുണ്ട്. ഒരു ആവശ്യമില്ലാതെ, അയാൾ തലയൊന്ന് ഉയർത്ത പോലും ചെയ്യാതെ പെട്ടെന്ന് ഉച്ചത്തില് ഓം ശ്രീ മാത്രേ നമ മാരാജ്ഞീ നമ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന 1000 ശ്ലോകങ്ങളും ഒറ്റയടിക്കുന്ന ചൊല്ലുമാണ്. ഏതാണ്ട് അരമണിക്കൂറോളം എടുത്തു. അയാൾ ഒരു കന്നഡ സ്ലാങ്ങില് അയാൾ അവിടെ ഇരുന്നുണ്ടെന്ന് ചൊല്ലി. ഞാൻ ഞെട്ടിപ്പോയി. ഞാനിത് മനസ്സിൽ ചിന്തിക്കുകയും ആ പുള്ളി ഒരാവശ്യമില്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുവാണ്, അത് ഉച്ചത്തില്. അപ്പൊ ആ ഒരു നിമിഷം എനിക്ക് മനസ്സിലായി, ഇതാണ് നമ്മുടെ ആളിതാണ്, ഇരിക്കുന്നതാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വല്ലാത്തൊരു ബന്ധമായിരുന്നു ഞാനും അമ്മയായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്.
ഇതിനിടയ്ക്ക് പലതവണ ഞാൻ ബാംഗ്ലൂർ വിട്ട് നാട്ടിൽ പോകാൻ ശ്രമിച്ചു. പക്ഷെ എവിടെയൊക്കെ പോയാലും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരും. അങ്ങനെ കഴിഞ്ഞ 8 വർഷമായിട്ട് പിന്നീട് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ സെറ്റിൽഡ് ആവാം. ഇതാണ് എൻ്റെ സ്ഥലം, ഇതാണ് എന്നെ അമ്മ നോക്കിക്കോളും എന്നുള്ളൊരു ബോധ്യം ഉറപ്പുണ്ടായി. പിന്നീട് ഞാൻ ഇവിടെ തന്നെ സെറ്റിൽഡ് ആവുകയും ചെയ്തു. അമ്മയാണ് സത്യത്തിൽ എന്നെ തിരുവണ്ണാമല എത്തിക്കുന്നതും അരുണാചലേശ്വരൻ, അമ്മ അപ്പനെ കാട്ടി തരും എന്ന് പറയുന്ന പോലെ അരുണാചലേശ്വരനെ കാട്ടി തന്നതും. കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മ എവിടെ ഇരിക്കുന്നു, അമ്മ അണ്ണാമല അടിയിൽ രമണാശ്രമത്തിന്റെ വലത്തു ഭാഗത്തായിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോകെങ്കിൽ അവിടെ എളമ്മ അമ്പലമുണ്ട്. അപ്പൊ അമ്മ തന്നെയാണ് എന്നെ അവിടെ എത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. അതിന്റെ സ്പെല്ലിംഗ് വരുന്നത് പോലും RENJITH എന്നാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് വളരെ കാലം. അപ്പൊ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ആണല്ലോ, RANJITH അല്ലേ വരണ്ടേ, രണജിത്ത് എന്നുള്ള അർത്ഥത്തിൽ. അതാണ് നോർത്ത് ഇന്ത്യയിലേക്ക് അതാണല്ലോ സ്പെല്ലിംഗ്. പിന്നെ ഇതെങ്ങനെ വന്നു, RENJITH എന്നെങ്ങനെ വന്നു? എനിക്ക് തോന്നുന്നു അതിൽ പോലും എൻ്റെ അമ്മയുടെ പേര് രേണുക എന്നാകുമ്പോൾ എൻ്റെ പേര് REN എന്നല്ലേ വരേണ്ടത്. ഇതിവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമസ്കാരം. ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നുള്ള രഞ്ജിത്താണ്. ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.